തർക്കിക്കാനല്ല പറഞ്ഞത്. ഒരു മിനിറ്റ് ചേച്ചിയുടെ കഴിവൊന്ന് കാണിച്ചു. അഭിലാഷ് ഏട്ടയാണ്. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട ലിഞ്ചോസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചി പേരെന്ന് പറയട്ടെ, പേരെന്ന് പറയുന്നത് ഷീജ. ചേച്ചി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു സന്തോഷമായ നിമിഷമാണ്. വേറൊന്നുമല്ല, നമ്മുടെ അലിഞ്ചോസ് പെരേരയെ എല്ലാവരും കളിയാക്കി. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു കോമാളി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു. പക്ഷെ അത് ഭയങ്കര ലെവലായി പോയി. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും അംഗീകരിച്ചൊരു ഷോർട്ട് ഫിലിമാണ് അല്ലേ പെരേര? സന്തോഷമായി. അപ്പോൾ അതുപോലെ ഡയറക്ടർ ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വർക്കാണ്. ക്യാമറ ചെയ്യുന്നുണ്ട്. അതാണ് ക്യാമറ കയ്യിൽ വെച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ വെക്കില്ലായിരുന്നു. അപ്പൊ ശ്രീകുട്ടൻ അപ്പൊ ശ്രീകുട്ടൻ സിനിമാതാരമാണ് എന്ന വെബ് സീരീസിന്റെ ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും സന്തോഷം. കാരണം എന്ന് വെച്ചാൽ കളിയാക്കിയവരോടൊരു ചോദ്യം, ഇദ്ദേഹം എത്തേണ്ട സ്ഥലത്ത് അടുത്ത ഇനിയിപ്പോ ഒരു കല്യാണത്തിന്റെ ഒരു അതായത് നായികയുടെ പേര് പറയില്ല. കാരണം ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പാരവെപ്പാണ്. ഒരു ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ എല്ലാവരും ഇത് ചെയ്തിട്ട് അവരോട് പറഞ്ഞു അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ പേര് പറയുന്നില്ല. ഒരു നല്ലൊരു പെൺകുട്ടി വരുന്നുണ്ട്. ഇദ്ദേഹം കല്യാണം കഴിക്കുന്നൊരു സീനാണ് ഇനി വരുന്നത്. കല്യാണം കഴിക്കുന്നൊരു സീൻ അത് നിങ്ങൾ ഞെട്ടും. പണ്ട് കല്യാണം കഴിച്ച പോലെയല്ല ഈ കല്യാണം എന്ന് പറയുന്നത് നിങ്ങൾ ഒറിജിനലാണെന്ന് ഒരു ചിന്തിക്കുക. ആ ഒരു സംഭവമാണ് ശ്രീകുട്ടനിലൂടെ വരുന്നത്. അതിൻ്റെ എല്ലാ മീഡിയസിലും പുറത്തു പോകും. അങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ? അടുത്ത ദിവസം തന്നെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഞങ്ങളുടെ വർക്കുകൾക്കും നമ്മുടെ ചേച്ചിയും ഉണ്ടാവും എന്നാണ് ചേച്ചി പറയുന്നത്. ചേച്ചി രണ്ട് വാക്ക് പ്രഷറോട് ഉണ്ടാവുമോ? ഇതില് ഇപ്പൊ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാം ഇവര് വിളിക്കുമ്പോൾ എന്തായാലും വന്നിരിക്കും. തിരുവനന്തപുരത്താണ്, അവിടെ നിന്ന് ഇവിടം വരെ എത്തണം. അങ്ങനെയാണ് പോയിരിക്കുന്നത് കേട്ടോ. ചേച്ചിക്കൊരു ആർട്ടിസ്റ്റ് നിലയിൽ സുഹൃത്തെ, ഒരു ആർട്ടിസ്റ്റ് നിലയിൽ ഒരു ചമ്മലുമില്ലാന്ന് ചേച്ചി തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പൊ രണ്ടുപേര് പാട്ടല്ല. ആദ്യം ഇതിനെപ്പറ്റി ചോദിക്കട്ടെ. ഈ പറയുന്ന വായ സിനിമയിലെ ഒരു ഹീറോ കേട്ടില്ല എന്നെ വായ അങ്ങനെ പടം ഇറങ്ങിയോ? വാഴ അല്ല, ഞാനത് അങ്ങനെ വായാന്ന് പറഞ്ഞ പടം ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയത്. തർക്കിക്കാനല്ല പറഞ്ഞത്. ഒരു മിനിറ്റ് ചേച്ചിയുടെ കഴിവൊന്ന് കാണിച്ചു. അതല്ല അപ്പോ ശ്രീകുട്ടന്റെ ഷൂട്ടാണ്. അപ്പൊ അതില് വന്നതിന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയട്ടോ. അത് നമുക്ക് പാട്ടിലേക്ക് ഇതില് വന്നിട്ട് എനിക്ക് നല്ല നീറ്റായിട്ട് നല്ല പെരുമാറ്റം. ഇവർ ഇങ്ങനെ നെഗറ്റീവ് പറയും പോലെ അല്ല, ഇവിടെ വന്ന് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ട്. എല്ലാവരും ഒരു എന്താ പറയണ ഒരു വൃത്തികെട്ട രീതിയിലാണ് ഒരുപാട് കമൻസ് കണ്ടിട്ടുള്ളത്. ഞാൻ എല്ലാ റീൽസും കാണും. ഇവർക്ക് എന്താ പറയുക ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു രീതിയിലും ഇവരുടെ ഒരു നോട്ടം കൊണ്ടോ ഒരു സംസാരം കൊണ്ടോ, പിന്നെ ആക്ഷൻ പറയുമ്പോൾ അത് ചെയ്തല്ലേ പറ്റൂ. ഇപ്പൊ അടുത്തടുത്ത് നിന്നു. അതൊരു വൃത്തികേടായിട്ട് ജനങ്ങൾ എന്താ വിചാരിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് നല്ലതായിട്ടേ തോന്നിട്ടുള്ളൂ. എല്ലാ സ്ത്രീകൾക്കും അത് അങ്ങനെയാണ് തോന്നുന്നത്. ഞങ്ങളുടെ കൂടെ വരുന്ന എല്ലാവരും നല്ല രീതിയിൽ വന്ന് വർക്ക്. നമ്മളിപ്പോ ഈ ചേച്ചി പറഞ്ഞ മാത്രമാണ് കാര്യം പറയുന്നത്. കാരണം നമ്മൾ ഒരുപാട് വലിയ വലിയ താരങ്ങൾക്ക് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ റിവ്യൂ സമയത്തില്ലേ, തിയേറ്ററിൽ പോയിട്ട് റിവ്യൂ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ദീപ തോമസ്, പിന്നെ നമ്മുടെ ഇതില്ലേ ഹോം എന്ന് പറഞ്ഞ സിനിമയില്ലേ, ഹോം സിനിമ, അതിലെ നായികയായിട്ട് നമ്മൾ റിവ്യൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന വായ സിനിമയിലെ ഒരു ഹീറോയിൻ വായ അങ്ങനെ പടം ഇറങ്ങിയോ? വാഴ അല്ല, ഞാനത് അങ്ങനെ വായാന്ന് പറഞ്ഞ പടം ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയത്. കിട്ടില്ലാത്ത അപ്പൊ പിന്നെ അതുപോലെ തന്നെ മറ്റേ ഗായത്രി സുരേഷ്, അപ്പൊ അങ്ങനെയുള്ള വലിയ ആർട്ടിസ്റ്റ് വരെ നമ്മളൊപ്പം റിവ്യൂ സമയത്തൊക്കെ വന്ന് പങ്കെടുപ്പിക്കുന്നുണ്ട്. പിന്നെ കാണുന്നുണ്ട് ഓഡിയോ ലോഞ്ചിനൊക്കെ. പക്ഷെ ഇത് എടുത്ത് പറയുന്നത് ചേച്ചി പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുള്ള നമ്മളിവിടെ വന്നു. അപ്പോൾ പല ആൾക്കാരും പലതും പറയുമല്ലോ, പല രീതിയിലും വിമർശിക്കും. അവരോട് പോയി ചെയ്യണത് എന്താണ്. വലിയ വലിയ വ്യക്തികൾ വരെ നമ്മൾക്കൊപ്പം ഓരോരോ വീഡിയോയിൽ വരുന്നുണ്ട്. ഡെയിലി വരുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ സ്റ്റാർ മാജിക്കിലെ ചേച്ചി ഉണ്ടല്ലോ, ആങ്കർ, അറിയോ? സ്റ്റാർ മാജിക്കില് മറ്റേ ചേച്ചി ഒരു ദിവസം നിന്നെ പിടിച്ചു നിർത്തി വീഡിയോ സെൽഫി എടുത്ത് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര. അപ്പൊ ആ ചേച്ചിയൊക്കെ കാണിക്കുന്ന റെസ്പെക്ട് ഉണ്ട്. എല്ലാവരും നമ്മളെ ആ ഒരു റെസ്പെക്ട് കിട്ടില്ല കേട്ടോ. കാരണം എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ ഈ സ്റ്റാർഡം ആണെങ്കിലും സെലിബ്രിറ്റി ആണെങ്കിലും എല്ലാവരും മനുഷ്യരാണ്. ഈ ശരീരത്തിനുള്ളിൽ ഹാർട്ട് എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും ഒരേപോലെയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് എല്ലാവരും, മൃഗമല്ലല്ലോ. മൃഗമല്ലല്ലോ. ഈ മൃഗം ഉദ്ദേശിച്ചത് എന്താണ്?
മൃഗം എന്ന് പറഞ്ഞാൽ മൃഗം നമ്മളവിടെ മറ്റേ മൃഗം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കി നീ ലുക്ക് ഇട്ട് മൃഗം എന്ന് പറഞ്ഞാൽ എന്താ? അല്ല സ്ഥലത്ത് അറ്റാക്ക് പോലെ പെരുമാറുണ്ട്. അല്ല മൃഗം എനിക്കില്ല ദേഷ്യപ്പെട്ട് വർത്താനം പറയണ്ട. നമ്മളെപ്പോഴും മറ്റുള്ളവരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നു, നമ്മൾ എടുക്കുന്നില്ല എന്ന് പലരും പറയുന്നു. അതുകൊണ്ട് സ്വന്തമായിട്ട് ക്യാമറ വാങ്ങി 1.5 ലക്ഷം രൂപ മേടിച്ചോ? അപ്പൊ നീ വാടകയ്ക്കാന്ന് പറഞ്ഞേ? അത് വെറുതെ പറയല്ലേ, പഠിച്ചല്ലേ, എപ്പോ ഇടണില്ല. കണ്ടോ, ഇനി മോനെ നിങ്ങൾ മനസ്സിലാക്കണ്ട ചേച്ചി കേട്ടോ, സ്വന്തമായിട്ട് ക്യാമറ വരെ പയ്യൻ വാങ്ങിയത്. ഇനി കൂടാതെ ഇനി ഒരു കാറ് വാങ്ങും. ചുമ്മാ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ സിനിമാ തിയേറ്റർ വരുമോ? വാങ്ങുമായിരിക്കും. പിന്നെ ഒരു കാര്യം, അമേന്ദ്രനാഥിൽ ചേച്ചി ഉണ്ടാവോ? അമരനാഥിലെ ഒരു നേഴ്സ് ക്യാരക്ടർ നേഴ്സ് ചെയ്യൂലേ, ഞാനുണ്ടാവോ? താൻ അറ്റൻഡറായിട്ട്. അതല്ലൊരു പോസ്റ്റല്ലേ, ഡോക്ടറല്ലേ, ഡോക്ടറിന്റെ ഈ ഡോള് തട്ടൂല്ലേ, പേഷ്യന്റ് എന്ന് പറയൂലേ, അതാണ്. ഭ്രാന്തനായിട്ടാന്ന് പറഞ്ഞു? അല്ല, ഇത് ക്യാരക്ടർ അല്ലടോ, ഇത് ഡയലോഗ് ഉണ്ട്, മറ്റേ ഡയലോഗ് ഇല്ല. ഏത് വേണോ എനിക്ക്? ഏതായാലും കുഴപ്പമില്ല, ഡയലോഗ് വേണ്ടേ? അതാ. അപ്പോൾ ഓക്കെ, അപ്പോൾ കുറച്ച് കലാപ്രകടനങ്ങൾ. വേറെ ഒരു മിമിക്രിക്കാരനാണ്, ചേച്ചിക്കറിയോ? അതുപോലെ ഞാനൊരു കലാകാരനാണ്, പാട്ടുകാരനാണ്. അപ്പോൾ ചേച്ചി പല പല ക്യാരക്ടർ ചെയ്യൂലേ. ഇപ്പൊ നമ്മള് 3 സബ്ജക്ട് ചെയ്യുന്നതിൽ ഇപ്പൊ ഇത് കൊടുക്കാടോ, പച്ചക്കറി റീൽ ചെയ്യാം, ഡാൻസ് കളിക്കാം. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ചെയ്യൂല അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത് പ്ലാൻ ചെയ്യുന്ന അമരനാഥ് ഡോക്ടർ എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ ചേച്ചിക്കൊരു നേഴ്സ് ക്യാരക്ടറാണ്. അതിൽ മെയിൻ ക്യാരക്ടർ വേറെ കുട്ടിയാക്കി ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിക്കൊരു നല്ല ശക്തമായിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ CI ഡേവിഡ് എന്ന് പറഞ്ഞൊരു പോലീസ് സ്റ്റോറി ചെയ്യുന്നുണ്ട്. അതിൽ ശക്തമായിട്ടൊരു പോലീസ് സ്റ്റേഷൻ. ഓക്കെ അല്ലേ? ഞാൻ പോലീസല്ലേ? കള്ളൻ ഇയാളെ അറസ്റ്റ് ചെയ്യണം നമ്മൾ. പോലീസാന്ന് പറഞ്ഞ് മോഹിപ്പിച്ചോ? ഷേവ് ചെയ്യുവോ? ഷേവ് ചെയ്യാത്തൊരു പോലീസിനെ ഇല്ല, ഷേവ് ചെയ്യാൻ പറ്റൂല. മീശ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അത് മതിയല്ലേ? താടി പഠിച്ചാൽ തരാം. അടുത്ത മാസം ഷൂട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒപ്പം അതും നടക്കും.